അപ്പോൾ നമ്മൾ ഇന്ന് എടപ്പള്ളി ലുലു മാളിൻ്റെ ഏറ്റവും ഫ്ലോറിലുള്ള ഫുഡ് കോർട്ടിലാണ് ഈ നിൽക്കുന്നത്. അവിടെ ഫലൂഡ സ്റ്റേഷനും സബ്വേക്കും ഇടയിലുള്ള ഒരു കുഞ്ഞു ഷോപ്പുണ്ട്, ട്വിസ്റ്റിംഗ് സ്കൂപ്സ്. ഇതൊരു സ്പെഷ്യാലിറ്റി നിറഞ്ഞൊരു ഐസ്ക്രീം ഷോപ്പാണ്. അതിൻ്റെ താഴത്ത് തന്നെ സ്പെഷ്യാലിറ്റി ഈ നിൽക്കുന്ന ആളുടെ കയ്യിൽ നിന്ന് ഐസ്ക്രീം എങ്ങനെയെങ്കിലും വാങ്ങിച്ചെടുക്കുക എന്നുള്ളതാണ്. പിന്നത്തെ സ്പെഷ്യാലിറ്റി ഇത് ഇന്ത്യയിലത്തെ തന്നെ ആദ്യത്തെ ടർക്കിഷ് ഐസ്ക്രീം ബ്രാൻഡാണ്. അപ്പോൾ ഇത് 2016 കുൻവർപ്രീത് സിംഗ് ജുനേജയും മൻമീത് സിംഗ് ബാത്രയും കൂടി തുടങ്ങി വെച്ചേക്കുന്ന ഒരു ബ്രാൻഡാണ്. അപ്പോൾ ഇവരുടെ ടീനേജിൽ തുർക്കിയിലുള്ള ഇസ്താംബുൾ വിസിറ്റ് ചെയ്തപ്പോൾ ഇവിടെ ഒരു ഡൊണ്ടുർമ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ട്രഡീഷണൽ ഐസ്ക്രീം ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു ടെക്സ്ചർ എന്ന് പറഞ്ഞാൽ കുറച്ച് ഇലാസ്റ്റിക് ടെക്സ്ചർ ആയിരുന്നു. അതുപോലെ തന്നെ അതിൻ്റെ സെർവിങ് ഒരു പ്രത്യേക രീതിയിലുള്ള സെർവിങ്, അതായത് കുറച്ച് പ്ലേഫുൾ ആയിട്ടാണ് ഇത് സെർവ് ചെയ്യുന്നത്. അപ്പോൾ ഇത് സാധാരണ ഒരു ഐസ്ക്രീം പോലെയല്ല, ഇത് കുറച്ചും കൂടെ തിക്കായിരിക്കും, ചൂവി ആയിരിക്കും, പിന്നെ പെട്ടെന്ന് മെൽറ്റും ആവില്ല. ഇത് ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ഇത് വളരെ ഹെൽത്ത് കോൺഷ്യസ് ആയിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഐസ്ക്രീമാണെന്നാണ് പറയുന്നത്, വിത്ത് 100% നാച്ചുറൽ ഇൻഗ്രീഡിയൻസ്, പിന്നെ ടോട്ടലി കെമിക്കൽ ഫ്രീ ആണെന്നും പറയുന്നത്. ഇതിപ്പോൾ 20ഓളം ഇന്ത്യൻ സിറ്റീസിലും ബംഗ്ലാദേശിലും നേപ്പാളിലും ശ്രീലങ്കയിലൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. പിന്നെ ഇതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി ഇതിൻ്റെ അത് യൂസ് ചെയ്തേക്കുന്ന ആടിൻ്റെ പാലാണെന്ന്, അതായത് ഗോഡ്സ് മിൽക്ക് ആണെന്ന് പറയുന്നുണ്ട്, പലയിടത്തായിട്ടും പറയുന്നുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഒരു മസ്റ്റായ ക്ലാസിക് ടർക്കിഷ് ഡൊണ്ടുർമ ഐസ്ക്രീംസിൻ്റെ ഓ വിസ്കി എന്ന് പറഞ്ഞ ഒരു ഫ്ലേവറാണ് ഈ കാണുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഒരുപാട് ഫ്ലേവർ ഉണ്ട്. ഇത് അതിൻ്റെ ഗുൽഖൻ മഡോണ എന്ന് പറഞ്ഞൊരു ഫ്ലേവറാണ്. ഈ ഓ വിസ്കി എന്ന് പറയുന്നത് സ്ലൈറ്റ് ആയിട്ടുള്ളൊരു വിസ്കി ഫ്ലേവറോടുകൂടി ഐസ്ക്രീമാണ്. അതേസമയം ഈ കാണുന്ന ഗുൽഖൻ മഡോണ എന്ന് പറയുന്നത് ഒരു പാൻ്റെ ടേസ്റ്റിലുള്ള ഒരു ഐസ്ക്രീമാണ്. അത് കുറച്ചും കൂടി ഒരു ഹാർഡ് ടേസ്റ്റ് ആണ്, പക്ഷേ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. ഇതിൻ്റെ പ്രസൻറ്റേഷനൊക്കെ ഒരു അടിപൊളിയാണ്. പിന്നെ അടുത്ത ഒരു മസ്റ്റ് ട്രൈ എന്ന് പറയുന്നത് ഒരു ഫ്യൂഷൻ ഡിഷാണ്. അതായത് ഈ ട്വിസ്റ്റിംഗ് സ്കൂപ്സിൻ്റെ തന്നെ ചോക്ലേറ്റും പിസ്തയും പിന്നെ കുനാഫയും ഒക്കെ കൂടെ കൂടിയിട്ടുള്ള ഒരു സ്പെഷ്യൽ ഫ്യൂഷൻ ഡിഷാണ്. ഒരു മിഡിൽ ഈസ്റ്റ് തുർക്കി ഫ്യൂഷനാണ്. പക്ഷേ എന്നിരുന്നാലും ഇതെന്ന് പറയുന്നത് ഒരു എക്സ്ട്രീം കോസ്റ്റ്ലി ഒരു ചോക്ലേറ്റ് ആണ്. അതായത് 100 ഗ്രാംസിന് നിയർലി 450 റുപ്പീസാണ് ഇതിൻ്റെ MRP. പക്ഷേ നമുക്ക് കിട്ടിയേക്കുന്നത് 380 റുപ്പീസാണ്. സ്റ്റിൽ ഭയങ്കര എക്സ്ട്രീം കോസ്റ്റ്ലി ആണ് ഈ ഒരു ഐറ്റം എന്ന് പറയുന്നത്. പക്ഷേ ഇതിൻ്റെ അകത്തുള്ള റോ മെറ്റീരിയൽസ് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടർക്കിഷ് അല്ലെങ്കിൽ ഇറാനിയൻ പിസ്തയാണ്. അതിൻ്റെ ക്വാളിറ്റി അനുസരിച്ചിട്ട് അതിന് കോസ്റ്റ് വരും. അതുപോലെ തന്നെ ചോക്ലേറ്റിൻ്റെ ബേസ് കോമ്പണൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊക്കോ ബീൻസ് ആണ്. കൊക്കോ ബീൻസ് ഓൾറെഡി ഒരു മീഡിയം ലെവൽ ബീൻസിന് വരെ നല്ല കോസ്റ്റാണ് ഇപ്പോൾ വരുന്നത്. അപ്പോൾ ഹൈ ക്വാളിറ്റി ആഫ്രിക്കൻ കൊക്കോ ബീൻസ് ഒക്കെയാണ് ഇവർ യൂസ് ചെയ്തേക്കണമെങ്കിൽ അത്യാവശ്യം ഈ കോസ്റ്റ് വരുന്നതിൽ ഒന്നും പറയാൻ പറ്റത്തില്ല. പക്ഷേ ഐസ്ക്രീംസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് കിട്ടിയേക്കുന്ന ഒരു 140 റുപ്പീസ് കോസ്റ്റിലാണ്. അത് അത്യാവശ്യം നല്ല ചീപ്പായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം അതിൻ്റെ ക്വാളിറ്റി ഒക്കെ കമ്പയർ ചെയ്ത് നോക്കി എനിക്ക് നല്ല ചീപ്പായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അതായത് ഇവർ പറയുന്നതനുസരിച്ചിട്ട് 100% നാച്ചുറലി സോഴ്സ്ഡ് ഇൻഗ്രീഡിയൻസ് ആണ് ഈ ഐസ്ക്രീമിൻ്റെ അകത്തുള്ളത്. അതുപോലെ തന്നെ ഗോഡ്സ് മിൽക്കാണ് യൂസ് ചെയ്തേക്കുന്നത്, ആടിൻ്റെ പാലാണ് യൂസ് ചെയ്തേക്കുന്നത്. അത് പശുവും പാലിനേക്കായി അത്യാവശ്യം കോസ്റ്റ്ലി ആയിരിക്കും ആടിൻ്റെ പാല്. പിന്നെ കെമിക്കൽസ് തൊടിയിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. അത് മാത്രമല്ല, പിന്നെ ആ ഒരു ചൂവി ടെക്സ്ചറൊക്കെ കിട്ടാനായിട്ട് മസ്തിക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്പെഷ്യൽ ഐറ്റം ഒക്കെ ചിലപ്പോൾ യൂസ് ചെയ്തിട്ടുണ്ടാവും. അതായത് ടർക്കിഷ് ഐസ്ക്രീംസിന് യൂസ് ചെയ്യുന്ന തന്നെ സ്പെഷ്യൽ ഐറ്റംസ് ഒക്കെ യൂസ് ചെയ്യുന്നത്. പിന്നെ സലേബ് എന്ന് പറഞ്ഞൊരു ഇൻഗ്രീഡിയൻ്റ് ആണ് അതിൻ്റെ ഒരു തിക്ക് കൺസിസ്റ്റൻസിക്ക് കാരണം എന്നൊക്കെയാണ് നെറ്റിൽ നിന്ന് കിട്ടിയേക്കുന്ന ഇൻഫർമേഷൻ. അത് യൂസ് ചെയ്തിട്ടുണ്ടോ എന്ന് അറിയത്തില്ല, പക്ഷേ അതൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇതിൻ്റെ കോസ്റ്റ് മറ്റുള്ള ഇപ്പോഴത്തെ ഐസ്ക്രീംസ് വെച്ച് നോക്കുമ്പോൾ കുറവാണ്. അപ്പോൾ ഇനി ബാക്ക് ടു നമ്മുടെ ഫ്യൂഷൻ ഡിഷായ ചോക്ലേറ്റിലേക്ക് വരാം. അപ്പോൾ ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്തേക്കുന്നതെല്ലാം ഭയങ്കര ഫൈനസ്റ്റ് ക്വാളിറ്റി ആണെന്നാണ് പറയുന്നത്. ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്തേക്കുന്ന പിസ്ത എന്ന് പറയുന്നത് ഇറാൻ അല്ലെങ്കിൽ ടർക്കിയിൽ നിന്ന് സോഴ്സ് ചെയ്തേക്കുന്നതാണ് ആണെന്നാണ് പറയുന്നത്. അപ്പോൾ അത് ബേസിക്കലി ഒരു കോമ്പിനേഷൻ ആയിരിക്കും. പിന്നെ കൊക്കോയാണെങ്കിലും എവിടെ നിന്നാണ് സോഴ്സ് ചെയ്തേക്കണേന്ന് പറഞ്ഞിട്ടില്ല, പക്ഷേ അത് ദി മോസ്റ്റ് പ്രീമിയം ആൻഡ് ഫൈൻ ക്വാളിറ്റി ആണെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഇത് മോസ്റ്റ്ലി ഐവറി കോസ്റ്റിൽ നിന്നോ ഗാനയിൽ നിന്നോ മഡഗാസ്കറിൽ നിന്നോ ഒക്കെ സോഴ്സ് ചെയ്തേക്കുന്നത് ചിലപ്പോൾ കൊക്കോയായിരിക്കാം. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ കോസ്റ്റ് അതിനനുസരിച്ചിട്ട് ഭയങ്കര ഹൈ ആയിരിക്കും. അപ്പോൾ ഈ കവറിൻ്റെ ബാക്കിലും ഉൾവശത്തൊക്കെ ആയിട്ട് അതിൻ്റെ ഇൻ ഡീറ്റെയിൽസ് കൊടുത്ത് മെയിൻ കവറിൻ്റെ ഉള്ളിലായിട്ട് നമ്മുടെ കാഡ്ബറീസ് ബോൺവില്ലിൻ്റെ ഒക്കെ കവർ പോലെ വേറെ കവറിങ് ഉണ്ട്. അതിൻ്റെ ഉള്ളിലാണ് ചോക്ലേറ്റ് ഇരിക്കുന്നത്. ഇത് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇത് അപ്പോൾ കുനാഫ ആൻഡ് പിസ്താഷ്യോ ഒരു ഫില്ലിങ്ങോട് കൂടിയ ഡാർക്ക് ചോക്ലേറ്റ് എന്ന് തന്നെ എനിക്ക് പറയാൻ പറ്റും. ഇവിടെ എഴുതിയേക്കുന്ന മിൽക്ക് ചോക്ലേറ്റ് എന്നാണെങ്കിലും ഇത് എനിക്ക് ഡാർക്ക് ചോക്ലേറ്റ് ആയിട്ടാണ് ഫീൽ ചെയ്തേക്കുന്നത്. അതുപോലെ ഇത് അത്യാവശ്യം നല്ല ഫൈൻ ചോക്ലേറ്റ് ആണ്. കയ്യിൽ തൊടുമ്പോൾ തന്നെ നമുക്കത് അലിന്ന് കയ്യിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ കൊക്കോ ബട്ടറൊക്കെ ആയിരിക്കും യൂസ് ചെയ്തേക്കുന്നതിൻ്റെ. അതായത് ഡെഫിനറ്റ്ലി ഒരു കോമ്പൗണ്ട് ചോക്ലേറ്റിൻ്റെ ഒരു ടേസ്റ്റ് എനിക്ക് കിട്ടിയിട്ടില്ല. ഇത് പ്യുവർ ചോക്ലേറ്റിൻ്റെ ടേസ്റ്റ് തന്നെയാണ് ഇതിൻ്റെ അകത്ത് കിട്ടിയിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ അകത്തുള്ളൊരു ഫില്ലിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിൻ്റെ അകത്തുള്ള കുനാഫ നല്ല സ്വീറ്റാണ്, നല്ല ടേസ്റ്റുമാണ്. ഇതിൻ്റെ അകത്തുള്ള കാരമൽ ക്രിസ്റ്റൽസ് ബൈറ്റ്സ് നന്നായിട്ട് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ നല്ല എർത്തി ടോണുള്ള പിസ്ത ബൈറ്റ്സും നല്ലോണം കിട്ടുന്നുണ്ട്. അത് നല്ല ടേസ്റ്റ്. അതും ഈ ഒരു ചോക്ലേറ്റുമായിട്ട് ബ്ലെൻഡ് ആകുമ്പോൾ കിട്ടുന്ന ഒരു ടേസ്റ്റ് ഭയങ്കര എക്സെപ്ഷണലി അടിപൊളിയാണ്. അതുപോലെ തന്നെ ഒരു മസ്റ്റ് ട്രൈ ആണിത്. അപ്പോൾ നിങ്ങൾ ഇടപ്പള്ളിയിലുള്ള ലുലു മാളിൽ പോകുന്നുണ്ടെങ്കിൽ ഈ ഷോപ്പ് വിസിറ്റ് ചെയ്യാൻ മറക്കണ്ട. നിങ്ങളൊരു ഐസ്ക്രീം ലവറാണ് അല്ലെങ്കിൽ ചോക്ലേറ്റ് ലവറാണെങ്കിൽ ഈ ഷോപ്പ് വിസിറ്റ് ചെയ്യാൻ മറക്കണ്ട. പിന്നെ ഈ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.